അതിൽ അത്രയേറെ സംസാരിക്കാൻ നമുക്ക് തമ്മിലില്ല. വിഷയത്തിൻ്റെ കാതലായ എല്ലാ വശങ്ങളും അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം. ആ കാതലായ വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അത്രയേ ഉള്ളൂ, പറയാൻ ആഗ്രഹിച്ചത് പറഞ്ഞു. പിന്നെ മാത്രമല്ല, നമുക്ക് അതിന് വന്നിരിക്കുന്ന ഒരു പിന്നെ ജനങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ ആ വിഷയത്തിന്. ആ പ്രയോറിറ്റിയാണ് നമ്മളെ സംസാരം ഉണ്ടായത്. മനസ്സിലായോ? പറഞ്ഞിരുന്നു. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭരണപരമായ എക്സ്പീരിയൻസ് നോക്കിയിട്ടാണ്, മറ്റൊരു കാര്യത്തിനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അല്ല, ഞാൻ ആദ്യം പിന്നെ ഇയാളെ പറഞ്ഞല്ലോ, പിന്നെ രമേശ് ചെന്നിത്തലയെ പറഞ്ഞില്ലേ. രമേശ് ചെന്നിത്തലയെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ആയ നേതാവാണ്, പാരമ്പര്യമായി കുറേ കാലത്ത് പഴക്കേണ്ട ഒരാളാണ്. ആ തലത്തിലാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് ആവശ്യം ചടുലമായ പ്രവർത്തനമാണ്. നമ്മളൊരു മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കരുത്ത്, പിന്നെ ടൈമിൽ ഡിസിഷൻ, അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ് ഇപ്പം നമുക്ക് ആവശ്യം. കാരണം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി സീരിയസ് ആയി ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് അതാണ് അതിൻ്റെ കാര്യം. അത് സത്യമാണ്, അവർ പറഞ്ഞ സത്യമാണ്. വെറും അനാവശ്യമാണ് ഈ ചർച്ച. ഒരു കാര്യത്തിലും ഇതിന് പ്രസക്തിയില്ല. ഞാനല്ലല്ലോ, ഞാനാ തുടങ്ങി വെച്ചിന്. അത് തിരക്കില്ല. അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ ജീവിക്കുന്നു? ഫലം വന്നിട്ടില്ലല്ലോ, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപായി അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് നിങ്ങൾ മാധ്യമങ്ങളിലേ കൊണ്ടുവരും. ആ വാർത്ത കൊണ്ടുവരും. ഞാനാ കൊണ്ടുവരും. നിങ്ങളാ വാർത്ത കൊണ്ടുപോയി, ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഏടി മൈക്ക് വെച്ച് പ്രസംഗിച്ചിട്ടില്ല. നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്. എൻ്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ വാർത്ത നിങ്ങളാണ് ജനങ്ങളിലേക്ക് കൊടുത്തത്. നിങ്ങളല്ലേ പബ്ലിസിറ്റി കൊടുത്തത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിന്റെ പേര് മാത്രം മതി. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എത്രയോ ആളുകളുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം എം കെ രാഘവൻ പറഞ്ഞത് എംപിമാർ മത്സരിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ സംസ്ഥാനത്ത് വെച്ച് ആവശ്യപ്പെട്ടു. പക്ഷെ ഹൈക്കമാൻഡിന്റെ മുന്നിൽ വന്നപ്പോൾ അതിനെ എതിർത്തു. അപ്പോൾ അതൊരു ഇരട്ടത്താപ്പ് നിലപാടാണോ ഈ സണ്ണി ജോസഫ് അടക്കം സ്വീകരിച്ചത്? അല്ല, അവർ പറഞ്ഞത് അതെല്ലാ ആളുകൾക്കും ഓരോ അഭിപ്രായമാണ്. അവർ പറഞ്ഞതിനകത്ത് വസ്തുതകളുണ്ട്. പിന്നെ ഇവരുടെ കാര്യത്തിലും വസ്തുതകളുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ, മാധ്യമങ്ങൾക്കെല്ലാം അറിയുന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് പക്ഷെ അത് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരാൻ പറ്റിയിട്ടില്ല. അത്ര. വളരെ 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 സംതൃപ്തനാണ്. ഓടും. കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തന്റെ സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട് എന്ന് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.